ഈ അനിൽ ആന്റണി പോയതിനെ കുറിച്ച് എന്താ ശ്രീ രമേശ് ചെന്നിത്തല അങ്ങയുടെ അഭിപ്രായം? ഇങ്ങനെയൊക്കെയാണ് മക്കളെങ്കിൽ ശ്രീ രമേശ് ചെന്നിത്തല എങ്ങനെയാണ് കാര്യങ്ങൾ? അല്ല, നമ്മുടെ നാട്ടിൽ ഏത് രാഷ്ട്രീയ പാർട്ടി വിശ്വസിക്കാനും ആളുകൾക്ക് സ്വാതന്ത്ര്യമുണ്ട്. എം വി രാഘവൻ ജീവിച്ചിരുന്നപ്പോൾ അദ്ദേഹം യുഡിഎഫിന്റെ ഭാഗമായിരുന്നു. അദ്ദേഹത്തിന്റെ അന്ത്യനാളുകളിൽ അദ്ദേഹത്തിന്റെ മകൻ നികേഷ് കുമാർ LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചു. അപ്പൊ ഞങ്ങളാരിലും പറഞ്ഞിരുന്നു നികേഷിന് LDF സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കണമെന്ന് തോന്നി അദ്ദേഹം മത്സരിച്ചു. അതിന് എം വി രാഘവന്റെ രാഷ്ട്രീയം മാറ്റണമെന്ന് അദ്ദേഹം ആവശ്യപ്പെട്ടു, അല്ലെങ്കിൽ എം വി ആർ ആവശ്യപ്പെട്ടോ അദ്ദേഹത്തോട് മാറണമെന്ന്. അതൊക്കെ ഇതിനകത്ത് സ്വാഭാവികമായ ഓരോ സംഭവങ്ങളാണ്. അതായത് ഫാക്ച്വലുണ്ട്. എം വി രാഘവൻ മരിക്കുന്നത് 2014 ഞാൻ മത്സരിക്കുന്നത് 2016. എന്നാലും എം വി രാഘവനോട് CPM കാണിച്ച ക്രൂരതകൾ നോക്കുമ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് അവിടെ പോകാൻ പറ്റുന്നതെന്ന് ആരെങ്കിലും ചോദിച്ചാൽ അവരെ കുറ്റപ്പെടുത്താൻ കഴിയുമോ? അദ്ദേഹത്തിന്റെ പാമ്പ് വളർത്തു കേന്ദ്രം തീയിട്ടു, അദ്ദേഹത്തിന് വെളിയിറങ്ങാൻ പറ്റാത്ത അവസ്ഥയുണ്ടായി, കൂത്തുപറമ്പിൽ അദ്ദേഹത്തെ ആക്രമിച്ച് കൊലപ്പെടുത്താൻ ശ്രമിച്ചു. എത്രയോ സംഭവങ്ങൾ. അദ്ദേഹം ആയതുകൊണ്ടല്ലേ പിടിച്ചു നിന്നത്, അദ്ദേഹമായതുകൊണ്ടല്ലേ CPM പോലെ പാർട്ടിയെ വെല്ലുവിളിച്ച് 3 തവണ കേരളത്തിന്റെ മന്ത്രിയായത്. അങ്ങനെ ഒരു പാർട്ടിയിൽ അങ്ങനെ ഒരു വലിയ നേതാവിന്റെ മകൻ CPMന്റെ സ്ഥാനാർത്ഥിയാവാൻ വളരെ പെട്ടെന്ന് കഴിഞ്ഞു എന്ന് പറയുമ്പോൾ ആളുകൾ അത്ഭുതപ്പെടത്തില്ലേ? കിട്ടിയാ? ഇല്ല, ചോദിച്ചു വാങ്ങിച്ചു. പോവാ.